പൗഡർ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതാണ് നല്ലത്. പൗഡറിലെ കെമിക്കൽസ് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് നല്ലതല്ല. പിന്നെ നിങ്ങളുടെ ഒരു സന്തോഷത്തിനൊക്കെ പുരുക്കം അങ്ങനെയൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ, സേഫ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളെ എപ്പോൾ കുളിപ്പിക്കണം, അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം, അവർക്ക് എന്തൊക്കെ വാക്സിൻസ് കൊടുക്കണം, പല ഡൗട്ട്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജനറലി തൂക്കം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ 2.5 കിലോന് മുകളിലാണ് നമ്മൾ നോർമൽ തൂക്കം എന്ന് പറയുന്നത്. 2.5 കിലോന് താഴെയുള്ളതിന് നമ്മൾ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് എന്ന് പറയാം. അപ്പോൾ അവരെ നമ്മൾ എപ്പോൾ മുതൽ കുളിപ്പിച്ച് തുടങ്ങാം എന്നുള്ളത്, കാരണം തണുപ്പെല്ലാം തട്ടിയാൽ അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനം കറക്റ്റ് അല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇളം ചൂടുവെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് കുഞ്ഞിനെ നനച്ച് തുടച്ചാൽ മതി. പൊക്കിൾ കൂടിയൊക്കെ വീണ് കഴിഞ്ഞ് ഏകദേശം കുഞ്ഞിനൊരു 2.5 കിലോൻ വെയിറ്റ് ആവുന്ന വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നന്നാവുന്നത്. ആ 2.5 കിലോ വെയിറ്റ് ആയി കഴിഞ്ഞാൽ സാധാരണ പോലെ നിങ്ങൾക്ക് എണ്ണ തേച്ചൊക്കെ കുളിപ്പിക്കാം. അതുവരെ ജസ്റ്റ് തുടച്ചു കൊടുത്ത് കുഞ്ഞിന് ഒരു ഇത്തിരി വെളിച്ചെണ്ണ മാത്രം ദേഹത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് കുഞ്ഞിനെ നന്നായിട്ട് കവർ ചെയ്ത് കിടത്തുന്നതായിരിക്കും നല്ലത്. ആ കാര്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ്, കുഞ്ഞിന് പൗഡർ ഉപയോഗിക്കാമോ? തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് പൗഡർ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതാണ് നല്ലത്. പൗഡറിലെ കെമിക്കൽസ് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് നല്ലതല്ല. മാത്രമല്ല ഈ പൗഡർ എല്ലാം ശ്വാസകോശത്തിലേക്ക് പോയിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമയും ജലദോഷവും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി കൺമഷി ഉപയോഗിക്കാവോ? കൺമഷി കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. പിന്നെ നിങ്ങളുടെ ഒരു സന്തോഷത്തിനൊക്കെ പുരുക്കം അങ്ങനെയൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ, സേഫ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട്. അല്ലാതെ കണ്ണിൻ്റെ ഉള്ളിലൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുഞ്ഞിന് എന്തൊക്കെ വാക്സിൻസ് കൊടുക്കണം എന്ന് വെച്ചാൽ, നോർമലി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ വാക്സിനും അതാത് സമയത്ത് തന്നെ, ഇപ്പോൾ ജനിച്ച് തികഞ്ഞ കുട്ടി അല്ലെങ്കിൽ വെയിറ്റുള്ള കുഞ്ഞിന് നമ്മൾ BCG OPV ഒക്കെ നമ്മൾ ജനിച്ചുകൊണ്ട് കൊടുക്കുന്ന പോലെ തന്നെ BCG എല്ലാം തൂക്കക്കുറവുള്ള കുഞ്ഞിനും കൊടുക്കണം. 6 ആഴ്ച 10 ആഴ്ച 14 ആഴ്ച അതൊക്കെ കുഞ്ഞ് ജനിച്ച് 6 ആഴ്ചയാകുമ്പോൾ, തൂക്കക്കുറവുള്ള കുഞ്ഞാണെങ്കിലും ജനിച്ച് 6 ആഴ്ച 10 ആഴ്ച 14 ആഴ്ച ആകുമ്പോൾ കറക്റ്റ് നിങ്ങൾ വാക്സിൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതാണ് എന്തൊക്കെ വൈറ്റമിൻസ് കൊടുക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും വിറ്റാമിൻ D മരുന്ന് കുഞ്ഞിന് 1 വയസ്സ് വരെ കൊടുക്കണം. അതിൻ്റെ ഡോസ് ചിലപ്പോൾ സാധാരണ കുട്ടികളെക്കാളും വ്യത്യാസമായിരിക്കും. അത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തരും. പിന്നെ അയൺ മരുന്ന് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 1 മാസമൊക്കെ ആകുമ്പോൾ അയണിൻ്റെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് മൾട്ടി വൈറ്റമിൻ സിറപ്പും കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള മൾട്ടി വൈറ്റമിൻ സിറപ്പും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.